Hallelujah, hallelujah. Praise the Hallelujah. Praise the Lord. എല്ലാവരും ഇരുന്നാട്ടെ. Hallelujah. ഈ സങ്കീർത്തനം ഇത് വായിക്കുവാനുള്ള കാരണം ചൊവ്വാഴ്ച രാത്രി ഒരു 2:30-3 മണിക്ക് ദൈവം ഒരു കാര്യം എന്നോട് സംസാരിച്ചു. ദൈവമായി ഒരു കാര്യം സംസാരിക്കുന്നതിന് ആ സമയം അതിനോട് ആസ്പദമാക്കിയായിരിക്കും അന്നത്തെ സങ്കീർത്തന ഭാഗത്തിലേക്ക് പോകുന്നത്. എൻ്റെ ബുദ്ധിയുടെ പ്രമാണമല്ല. ഹല്ലേലൂയ. അതിങ്ങനെയാണ്. ബുക്ക് ഓഫ് യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ബുക്ക് ഓഫ് യെശയ്യാ
60:2. അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. ഇവിടെ ഒരു മിനിറ്റ് നിൽക്കണം. ഇത് യെശയ്യാ പ്രവാചകൻ പണ്ട് ആത്മാവിൽ എഴുതിയാണ്. ഇവിടെയാണ് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഭാഗത്തിലേക്ക് കടന്നുകയാണ്. ആ ഭാഗം 124 സംഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജാതികളെയും മൂടുന്നു. അപ്പോ അന്ധകാരം, രോഗം, ഭാരം, സാത്താന്യ ശക്തികൾ, ഇത് ഭൂമിയെയും കൂരിട്ടും ജാതികളെ മൂടുന്നു. ജാതികളെയാണ് മൂടുന്നത്. എന്നാൽ നിന്റെ മേലോ എന്ത് പറ്റി? യഹോവ ഉദിക്കും. പക്ഷേ എന്നോട് ദൈവം പറഞ്ഞത് അങ്ങനല്ല. നിന്റെ മേലോ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ വേർഡിന്റെ അർത്ഥം. ഇത് യെശയ്യാ പ്രവാചകൻ വരുവാനിരിക്കുന്ന കാര്യത്തെ പറ്റി പ്രവചിച്ച് പറഞ്ഞപ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ദൈവാത്മാവ് രാത്രിയുടെ യാമത്തിൽ സംസാരിച്ച ഭാഗമാണ്. നിന്റെ മേലോ യഹോവയുടെ തേജസ് ഉദിച്ചു. ഉദിച്ചു. റൈറ്റ് നൗ ഉദിച്ചു. നീ മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിലേക്ക് കാലുകൾ വെച്ചപ്പോൾ നിന്റെ മേൽ, നമ്മുടെ മേൽ എന്താ ഉദിച്ചത്? ഹല്ലേലൂയ, യഹോവയുടെ തേജസ് ഉദിച്ചു. അത് പ്രത്യക്ഷമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാലുകൾ വെച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ കടന്നു വന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ വേഴ്സ് 1, എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പൊ ഉദിച്ചില്ലേ? സഞ്ജയ് ഹല്ലേലൂയ ഉദിച്ചു. ഹല്ലേലൂയ. ഇത് എന്റെ വേർഡ് അല്ലേ കേട്ടോ. I am only one electrical wire, but I am a child of God. Yes, hallelujah. I am a child of God. I know. ഞാനൊരു ദൈവത്തിന്റെ മകനാണ്. എനിക്ക് നന്നായി അറിയാം. എന്നാൽ വേഴ്സ് 1, എഴുന്നേറ്റ് പ്രകാശിക്കുക. എഴുന്നേറ്റ് ക്ഷീണിച്ചിരിക്കാനാണോ പറയുന്നത്? അല്ല. കൂരിരുട്ട്, രണ്ടാം വാക്യം, ഭൂമിയെയും ജാതികളെയും മൂടുമ്പോൾ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഉദിച്ചു. ഉദിച്ചിട്ട് പിന്നെന്താ ചെയ്യേണ്ടത്? ഇരിക്കാനല്ല, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഒരു ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എപ്പോഴും അവൻ ചിന്തിക്കണം, ഞാൻ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട ആളാണ്. രോഗത്തിനോ ക്ഷീണത്തിനോ ഫൈനാൻഷ്യൽ, ഫിസിക്കൽ എനി പ്രോബ്ലം എന്നെ താഴോട്ടല്ല കൊണ്ടുപോകുന്നത്. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഇവിടെ പറയണേ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ മേൽ പ്രകാശം വന്നിരിക്കുന്നു. വന്നു അല്ലേ? രക്ഷിക്കപ്പെട്ട് നമ്മൾ കാലുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ മേൽ ആ പ്രകാശം ഉദിച്ചു. ഇനി ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പറഞ്ഞ്, നീ ഉണ്ടാക്കിയ ഭൂമിയിൽ, നീ ഉണ്ടാക്കിയ യഹോവ ഉണ്ടാക്കിയ ഭൂമിയിൽ ഞാൻ നിന്നുകൊണ്ട്, നിന്റെ രക്തത്തിന്റെ വിലയായി ഞാൻ നിന്നുകൊണ്ട് നിനക്ക് മഹത്വം കരയറ്റുകയാണ്. ഇതൊരു മർമ്മം മനസ്സിലാക്കണം. യഹോവ ഉണ്ടാക്കിയ ഭൂമിയിൽ യഹോവയുടെ ദൈവത്തിന്റെ രക്തത്തിന്റെ വില ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാണ്? മഹത്വം കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ജാതികൾ കൂരിരുട്ടിലും അവർ അന്ധകാരത്തിലും കിടക്കുമ്പോൾ നമ്മുടെ മേൽ ഉദിച്ച ഒരു ദൈവകൃപയുണ്ട്. അത് നാം എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് പ്രകാശിക്കണം. ഒരു വ്യക്തി പോലും രോഗിയായിട്ട് ക്ഷീണമാണെന്നും പറഞ്ഞ് ഇരിക്കരുത്. എന്റെ മേൽ വ്യാപരിച്ച ഒരു ദൈവശക്തി ഉണ്ട്.
ആ ശക്തിയെ നാം പിടിച്ചിട്ട് ഉറപ്പോടെ ധൈര്യത്തോടെ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, നിന്റെ പ്രകാശം എന്തു പറ്റി? വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് ഉദിച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മോട് കൂടെ നമ്മുടെ ദൈവമുണ്ട്. നമ്മുടെ കൂടെ ഈ ദൈവവചനത്തിൻ്റെ ശക്തി ആണ് നമ്മെ ബലപ്പെടുത്തുന്നത്. മനുഷ്യൻ ആശ്വസിപ്പിച്ചാലും മനുഷ്യൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്താലും ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. ഈ വചനത്തിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ അറിയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിലാണ് ദൈവവചനത്തിന്റെ ശക്തിയുടെ വ്യാപാരം നടക്കുന്നത്. ഹല്ലേലൂയ. ആരാ? വീണ്ടെടുക്കപ്പെട്ടു. എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടു? അന്ധകാരത്തിലും കൂരിരുളിലിരുന്ന ജാതികളുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ടു. വീണ്ടെടുക്കപ്പെട്ട ദൈവം ജനത്തിന്റെ ഉള്ളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് അവൻ പ്രോമിസ് തരികയാണ്, മഹിമയും തേജസ്സും ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. നിന്റെ മേൽ ഹല്ലേലൂയ യഹോവയുടെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ മേൽ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഇവിടെ മൂന്നാമത്തെ വാക്യം പറയുകയാണ്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ മുഖശോഭയിലേക്കും വരും. യെശയ്യാ പ്രവാചനത്തിന്റെ 60-ാം അധ്യായം 3-ാം വാക്യമാണ്. ഇവിടെ പറയും, നിന്റെ മേൽ പ്രത്യക്ഷമായിട്ട് ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. Praise the Lord. നമ്മിൽ പകർന്ന ദൈവ തേജസ്സും നമ്മിൽ പകർന്ന ദൈവകൃപയും ജാതികളെയും രാജാക്കന്മാരെയും കർത്താവിലേക്ക് നേടുവാൻ നമ്മിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ജാതികളെയും രാജാക്കന്മാരെയും നാം രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഉള്ള ഒരു എന്താണ് ലഭിച്ചത്? തേജസ്സും അനുഗ്രഹവും നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയ്യാതിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയണം, കർത്താവേ, ഞാൻ ദൈവത്തിന്റെ രക്തത്തിന്റെ വിലയാണ്. എന്നിൽ കൂടെ എൻ്റെ ശുശ്രൂഷ മുഖാന്തരം, എൻ്റെ ഔട്ട്റീച്ചിൽ കൂടെ, എൻ്റെ ഹല്ലേലൂയ ദൈവിക പ്രവർത്തനത്തിൽ കൂടെ ജാതികൾ കടന്നു വരുവാൻ പോവുകയാണ്. അത് മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് രാജാക്കന്മാരും വരും. എങ്ങനെ പറയുന്നത്? രാജാക്കന്മാരും വരും. പ്രൈസ് ദി ലോർഡ്. ഇനി സാംസ് 124 നമുക്ക് കടക്കാം. ഇത് ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞ് ആണ് ഈ വചനത്തിലേക്ക് വരുന്നത്. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ദൈവ പൈതലേ, അല്പം മുന്നേ സജിപ്പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൈപിടിച്ച് പ്രാർത്ഥിച്ചു, അല്ലേ? കൈപിടിച്ച് പ്രാർത്ഥിച്ചു. കുറവുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്നൊരു കൈപിടിച്ച് പ്രാർത്ഥിച്ചു. യഹോവ ദൈവം തകർക്കുവാൻ പദ്ധതിയിടുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നീ എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, കർത്താവിന്റെ ദാസനും ദാസിയുടെയും പക്ഷത്ത് ദൈവമില്ലായിരുന്നുവെങ്കിൽ ആ രോഗം മൂർച്ഛിച്ച് ഒരു പക്ഷേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ പറയേണ്ടതെന്താ? ഇസ്രായേൽ ആരാണ്? വി ആർ ദ ഇസ്രായേൽസ് പീപ്പിൾ. വാഗ്ദത്തം നമുക്ക് ദൈവം തന്നു. വാഗ്ദത്തം നമുക്ക് ദൈവം തന്നു. ആർക്കാ കിട്ടിയത്? ഇസ്രായേലിന് കൊടുത്തു. ജാതികളായിരുന്ന നമ്മൾ ഈ ഉദയനക്ഷത്രമായ ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് നാമും രക്ഷപ്പെട്ട് ദൈവപൈതലായി മാറി. അതുകൊണ്ട് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായത് കൊണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇനിയുള്ള കാലം സഞ്ചയം.
നീയാണ് എൻ്റെ പക്ഷത്തുള്ളത്. Yes. പറയണം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഉണ്ട്. യഹോവന്റെ യഹോവന്റെ പക്ഷത്തുണ്ട്. യഹോവന്റെ പക്ഷത്തുണ്ട്. ഇനി വേഴ്സുണ്ട്, മനുഷ്യൻ എന്നോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. രായ്പൂരിനൊക്കെ രാജനന്ദകാവില് തിരുവത്താഴ ശുശ്രൂഷ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പട്ടയാൽ മുന്നിട്ട് കയറി വരികയാണ്. നിർത്താൻ പറഞ്ഞു. നിർത്താൻ ഞാൻ പറഞ്ഞു, നിർത്തുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. തലയെല്ലാം കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ പോയി മറ്റവരെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പൊക്കോ, കൂട്ടാവുന്നവരൊക്കെ കൂട്ടിക്കൊണ്ട് പോരെ, ഞാനിവിടെ ഉണ്ട്, ഈ ശുശ്രൂഷ ഇവിടെ നിർത്തത്തില്ല. ഈ ശുശ്രൂഷ ഇവിടെ നിർത്തത്തില്ല. 1:30 വരെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുകയാണ്. അത് ഏത് ദൈവം എന്ന് ചോദിച്ചാൽ, ആകാശവും ഭൂമിയും ഉണ്ടാക്കി സകലത്തെയും സൃഷ്ടിച്ച്, ഹല്ലേലൂയ, പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ജഡസാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അയച്ച് അവൻ ക്രൂശിന്മേൽ പിടഞ്ഞു മരിച്ച് മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത് അവന്റെ ഓർമ്മയ്ക്കായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്തൃമേശയെ ബന്ധിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അധികാരമില്ല. അവൻ പോയത് പട്ടന്റെ മോൻ, അവൻ പോയ വഴി അവൻ പോയി, പിന്നെ മടങ്ങി വന്നില്ല. ഇതാണ് യുദ്ധം ചെയ്യണം. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ അടിയറ പറഞ്ഞേന്. ഗുംക എന്ന സ്ഥലമുണ്ടല്ലോ, ഗുംക, ഗുംക ഫസ്റ്റ് ചർച്ച്, അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച്, ദേവാത്മാവ് അതിൽ ഇടപെട്ട് തുടങ്ങിയ ഒരു ചർച്ചാണ്. അവിടെ ഡെഡിക്കേഷൻ നടത്തുന്ന സമയത്ത് 2 പേര് മോട്ടോർ സൈക്കിളെ കയറി വന്നു. പേര് പറയുന്നില്ല, നിർത്തണമെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ ചർച്ച് ഡെഡിക്കേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ആദ്യമെന്ന് പറഞ്ഞു. എന്താ നമ്മൾ പേടിക്കുന്ന എന്നത്തിന്? ആദ്യമെന്ന് പറഞ്ഞു. അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞു. ഞാനിരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എന്നിൽ ആത്മാവ് ചില സമയത്ത് ആധികാരങ്ങൾ ഉപയോഗിക്കും. എഴുന്നേറ്റ് ഷർട്ടിൽ ഒരു പിടുത്തം പിടിച്ചു. 2 പേരും പിടിച്ചു. ഒരു തെള്ളി പോകാൻ പറഞ്ഞു. ഇവിടെ ചർച്ച് ഡെഡിക്കേഷൻ നടന്നിരിക്കും. ചർച്ച് ഡെഡിക്കേഷൻ നടന്നിരിക്കും. വയറ് നിറച്ച ആഹാരവും തരും, ഒരു പുതിയ നിയമവും തരും. പാസ്റ്റർ P.S. സാമുവലിൻ്റെ സഹശുശ്രൂഷൻ സുരേഷ് ദീപ്, അന്ന് 12 സ്റ്റുഡൻ്റുണ്ട്. അവരെന്നോട് ചോദിച്ചു, എന്താ ഈ പറഞ്ഞെന്ന് ചോദിച്ചു. അവരാരാന്നറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ മനുഷ്യരാന്ന് പറഞ്ഞു. അവരെ മനുഷ്യരാണ്. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറയുകയാണ്, ഇന്ന് എൻ്റെ കഴുത്തിലെ തല പോകുമെന്ന് പറഞ്ഞു. സുരേഷ് ദീപ് എന്നോട് പറയുകയാണ്, എൻ്റെ കഴുത്തിലെ തല പോകുമെന്ന്. ശരി. 12 സുരേഷിനെയും കൂടെ മുറിക്കകത്തിട്ടിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ലോക്ക് ഞാൻ ചെയ്തതാണ്, വീഡിയോ ഉണ്ട്. ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഏതായാലും എൻ്റെ തല പോവില്ലേ, ഇനി നിങ്ങളുടെ തല പോകാതിരിക്കാൻ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ തല പോയാൽ നിങ്ങളുടെ തല പോകും. പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. എല്ലാം നോലൊളിക്കുകയാണ്. മുറിക്കകത്ത് കിടന്നു സുരേഷ് ദീപ് സഹിതം നോലൊളിക്കുകയാണ്. അവരുടെ തല പോകും, എൻ്റെ തലയും പോകും. രാത്രി 10:30 വരെ ഗൂംകയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് ഈ വയറ് നിറച്ച ആഹാരവും കൊടുത്ത് ഓരോരുത്തർക്കും പുതിയ നിയമവും കൊടുത്ത് പിറ്റേ മാസം ഗൂംകയില് നോർത്ത് ഇന്ത്യക്കാരത്തി ഒരു സഹോദരി അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറായി പെന്തക്കോസ്തുകാരത്തി ആ പോലീസ് സ്റ്റേഷനിൽ കടന്നു വന്നു. അവർ കടന്നു വന്ന ആദ്യത്തെ ചർച്ചാണ്. അവർ കടന്നു വന്ന ദിവസം ഹല്ലേലൂയ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് കേട്ടുകൊണ്ട് ഇത് ക്രിസ്ത്യൻ ചർച്ച് ആയതുകൊണ്ട് അവരുടെ യൂണിഫോം മാറ്റി വെച്ചിട്ട് ആരാധിക്കാൻ വന്നു.
നാം എടുക്കുന്ന തീരുമാനം, Hallelujah. നാം എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ല എങ്കിൽ ശത്രു കയറും. ശത്രു കയറി നമ്മെ പോരാടും. അവന്റെ പോരാട്ടത്തിൽ നിന്ന് നാം രക്ഷ നേടുവാൻ യേശുവിലുള്ള ആശ്രയമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, മനുഷ്യൻ എന്നോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ. മനുഷ്യനിൽ കൂടി വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികളുണ്ട്. അത് പല രീതിയിൽ നമ്മെ അറ്റാക്ക് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നാം അതിനെ ശാസിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന്, നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലേ? നിങ്ങൾ ഷൈനയുടെ ഭർത്താവാണ്, ഞാൻ അവളുടെ ഭർത്താവാണ്. യു നോ യുവർ സ്റ്റാൻഡ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. ഐ നോ മൈ സ്റ്റാൻഡ്. അയ്യോ, ഞാൻ ദൈവത്തിൻ്റെ മകനാണോ? ഒരു സംശയം വന്നാൽ തീർന്നു പരിപാടി. സംശയം വന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതാ ഉള്ളവൻ. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും ലഭിച്ചവനാണ് നമ്മോട് പറയുന്നത്, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. സകല അധികാരമുള്ളവനാണ്. ഇവിടെ 3-ാം വാക്യം, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുകി കളയുമായിരുന്നു. കണ്ടോ? 2 പേര് മോട്ടോർ സൈക്കിളെ വന്നിട്ട് എന്നെ ജീവനോടെ വിഴുകാൻ വന്ന ഒന്നും നടന്നില്ല. സ്റ്റാൻഡ് ഫോർ ഗോഡ്. ജീവനോടെ ഇന്ന് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തില് നമ്മളെ തകർക്കുവാൻ നിൽക്കുന്ന, ജീവനോടെ നമ്മുടെ നന്മയെ തകർക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തെ ഇല്ലാതാക്കുവാൻ പോരാടുന്ന സാത്താന്യ ശക്തികളുടെ വ്യാപാരമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിക്കണം. അതിന് നിങ്ങളുടെ ഒരു ടാബ്ലറ്റ് കൊടുത്തോ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോ അതിന് രക്ഷയില്ല. അതിന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ രക്തത്തിന്റെ വിലയാണ് എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അതിന്മേൽ ജയമെടുക്കുകയാണ്. അവിടെയാണ് ജയം. ഹല്ലേലൂയ. പിന്നെ 4 വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കി നമ്മുടെ പ്രാണന് എന്ത് സംഭവിക്കുമായിരുന്നു ആയിരുന്നു. അവിടെയും തീർന്നില്ല. 5-ാം വാക്യം, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. ഒഴുക്കിക്കളയും, വെള്ളം വരും. എന്നിട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. ഈ ദൈവത്തിന്റെ വചനമാണ്. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സാത്താന്യ ശക്തിയുടെ വ്യാപാരം, രോഗാത്മാവിന്റെ അത്യന്ത ശക്തി, ഹല്ലേലൂയ, വ്യാപരിച്ചിട്ട് നമ്മുടെ പ്രാണനെയും ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും തകർത്ത് കളയുന്ന സാത്താന്യ ശക്തിയുടെ വ്യാപാരം ഉണ്ടായിരുന്നു. സഞ്ജയ്, അതുകൊണ്ടാണ് ദൈവാത്മാവ് തന്നെ ഭാരം അവന്റെ പാദത്തിൽ വയ്ക്കുക. നിന്റെ ഭാരം വയ്ക്കുവാൻ ഒരു സ്ഥലമേ ഉള്ളൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ലോകത്തിലുള്ള ഒരു നേതാവിന്റെ അടുത്തോ, ഒരു രാജാവിന്റെ അടുത്തോ, ഒരു വൈറ്റ് ഹൗസിൽ പോയാലും നിങ്ങളുടെ ഭാരത്തിൽ മാറ്റം കിട്ടത്തില്ല. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിന്റെ അടുത്താണ് വരേണ്ടത്. ദൈവം അങ്ങനെ പ്രമാണം പറ്റേ, നിന്റെ ഭാരം അവന്റെ മേൽ വയ്ക്കുക. അധ്വാനിക്കുന്നു, ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. ദൈവമക്കളെ, വാസ്തവമായി നിങ്ങളുടെ ഭാരം ചുമന്നുകൊണ്ട് ഇന്ന് ഈ സഭായോഗത്തിൽ നിങ്ങൾ ഇവിടെ കടന്നു വന്നെങ്കിൽ നിങ്ങളുടെ ഭാരം മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. The presence of God is here. ഇതുകൊണ്ടും തീർന്നില്ല. 6-ാം വാക്യം വായിച്ചാട്ടെ. Verse 6. എന്ന് വെച്ചാൽ സാത്താന്യ ശക്തികൾ അവന്റെ പല്ലിനകത്ത് വെച്ച് അരച്ച് നമ്മെ കുഴപ്പപരുവത്തിലാക്കേണ്ട സമയമുണ്ടായിരുന്നു.
പല്ലിന് ഇരയാകും. എന്തൊക്കെയാണ് ദൈവാത്മാവ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? നമ്മെ പല്ലിനെ, നിങ്ങളുടെ മേൽ രോഗം കയറി വരുമ്പോൾ ആ രോഗം മൂർച്ഛിച്ച് അതിനെ നശിപ്പിച്ച് അവന് പല്ലുകൊണ്ട് ഞെരുക്കി തുപ്പിക്കളയേണ്ടിയ സാഹചര്യം വന്നപ്പോഴും വേഴ്സ് പറയായിരുന്നു, ആകയാൽ ഇരയാക്കിയാൽ നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാകിയാൽ, വചനമാണ്, നമ്മെ അവന്റെ പല്ലിന് ഇരയായി കൊടുക്കാകിയാൽ അതിന്റെ മധ്യത്തിൽ നിന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ ആത്മാവ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥൻ യേശുവല്ലാതെ ഈ ഭൂമിയിൽ ഒരു മധ്യസ്ഥനില്ല. നമ്മുടെ മധ്യസ്ഥൻ യേശുവാണ്. നമ്മുടെ പ്രശ്നത്തിനകത്തേക്ക് മധ്യസ്ഥനായ യേശുവിനെ നമ്മൾ പ്രവേശിച്ചുകൊണ്ട് അവൻ അരച്ച് പല്ലുകൊണ്ട് ഞെരുക്കി വെള്ളമിട്ട് മുടിച്ച് നമ്മെ കളയേണ്ട സമയത്ത് അവൻ അങ്ങ് ചെയ്യാതിരിക്കാൻ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ എതിർത്തു കോപം, വെള്ളം ഒഴുകിക്കളയുമായിരുന്നു, പൊങ്ങി വന്ന വെള്ളം പല്ലിനിരയാകുമായിരുന്നു. ഇതൊക്കെ സാത്താൻ്റെ ഓരോ കളികളാണ്. അവൻ പല രീതി കളിക്കും നമ്മുടെ അടുത്ത്. അതുകൊണ്ട് നിർന്നില്ല. വായിച്ചാട്ടെ. हमारा जीव पक्षी के समान चिड़ी मार के जाल से छूट गया, जाल फट गया, हम बच निकले. ആമേൻ. വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കണ്ടോ? സാത്താന്റെ ശക്തി എന്ന വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് സാത്താൻ കടന്നു വന്ന് മുട്ടിക്കുവാൻ, നശിപ്പിക്കുവാൻ അവൻ കടന്നു വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന സാത്താന്റെ ശക്തികളെ ശാസിക്കുവാനുള്ള അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ നന്മയെ ചിലപ്പോൾ നീട്ടിക്കൊണ്ടു പോകും. പേടിക്കല്ലേ. എത്ര നാളുണ്ടെന്ന് അവനാ, എത്ര നാളുണ്ട്? ഈ मच्छर उधर मच्छर बिजली के सामने मच्छर आके बहुत ऊंचा शब्द से चिक चिक जाके थोड़ा समय के बाद नीचे गिर जाता है. ഈ കൊതുകില്ലേ, കൊതുക് ലൈറ്റിന് മുന്നേ വന്ന് പാറന്ന് ഇച്ചിരി നേരമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ താഴെ പോകും. സാധാരണ ശക്തി അത്രയേ ഉള്ളൂ. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവ് അവിടെ നോക്കുകയാണ്. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതിപ്പോ. കെണി, ഇവിടെ ആ വേർഡ് മനസ്സിലാക്കണം. അവന്റെ കെണി അല്ലേ, അവന്റെ കെണിയുണ്ട്. കെണി, ചില എലിയെ പിടിക്കാൻ നമ്മൾ കെണി വെക്കും അല്ലേ, പലതിനും പിടിക്കാൻ കെണി വെക്കും. ഇവൻ 24 മണിക്കൂർ കെണി വെക്കും. നിങ്ങൾ മനസ്സിലാക്കണം, അത് 24 മണിക്കൂറും അവൻ കെണി വെക്കും. താങ്ക് യു ലോർഡ്. അവൻ്റെ കെണിയിൽ നിന്ന് നാം വഴുതി വന്നിരിക്കുകയാണ്. എന്തിനാണ് കെണിയിൽ നിന്ന് വഴുതി വന്നെന്നറിയാമോ? നിന്നെ വീണ്ടെടുത്ത ദൈവത്തിന് നിന്നെ പണിയുവാനും ലോകത്തിന്റെ മുന്നിൽ നിന്നെ മാനിക്കുവാനും ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നന്മയ്ക്കെതിരെ കെണി വെക്കുവാൻ. മനസ്സിലായോ? കെണി എന്ന് പറഞ്ഞ് മനസ്സിലായോ? ട്രാപ്പ് കയറ്റി വെക്കും. ട്രാപ്പിനകത്ത് വന്നൊരു വീട് കഴിഞ്ഞാൽ തീർന്നു പരിപാടി. പല കെണിയുണ്ട്. ചിലപ്പോൾ വിഷം വെക്കും, ട്രാപ്പ് വെക്കും, പല പല കെണിയാണ്. നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചോണം. ഈ ട്രാപ്പെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചോണം. പക്ഷെ നമ്മൾ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷ നേടുന്നത് ദൈവത്തിലുള്ള വിശ്വാസവും കർത്താവിലുള്ള ബന്ധവും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ എന്താ സംഭവം? സഹായം
ഇരിക്കുന്നു, അവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവിടെ ഇരിപ്പുണ്ട്. ആകാശവും ഭൂമിയുടെ ആക്കിയവരുടെ നാമത്തിൽ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നതിനെ നമ്മൾ എന്താ ചെയ്ത് തരണം? യുദ്ധം ചെയ്യണം. ഇരിപ്പുണ്ട്, നന്മ ഇരിപ്പുണ്ട്, പക്ഷെ യുദ്ധമുണ്ട്. യുദ്ധം ചെയ്തേ പിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ, ഇസ്രായേൽ പറയുന്നത് എന്താ പറയുക, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ എപ്പോഴും യുദ്ധത്തിലാണ്. ദൈവം മക്കളോ, നമ്മൾ യുദ്ധത്തിലാണ്. ഓരോ നിമിഷവും യുദ്ധത്തിലാണ്. അപ്പോൾ ആ വേഴ്സ്, അവസാനത്തെ വേഴ്സ് ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. നമ്മുടെ സഹായം ദൈവമക്കളെ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ നാമത്തിൽ നമ്മുടെ സഹായം ഇരിപ്പുണ്ട്. നമ്മൾ യുദ്ധം ചെയ്തതിനെ പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ. ഗോഡ് ബ്ലെസ് യു. പാസ്റ്റർ മുന്നോട്ട് വന്നാട്ടെ. എട്ടാം അധ്യായം 23 മുതൽ 27 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വായിച്ചു. जब वह नाव पर चढ़ा तो उसके चेले उसके पीछे हो लिए, और देखो झील में एक ऐसा बड़ा तूफान उठा कि नाव लहरों से ढकने लगा और वह सो रहा था। तब चेलों ने पास आकर उसे जगाया और कहा, हे प्रभु, हमें बचा, हम नष्ट हुए जाते हैं। उसने उनसे कहा, हे अविश्वासियों, क्यों डरते हो? तब उसने उठकर आंधी और पानी को डांटा और सब शांत हो गए, और वे अचंभा करके कहने लगे, यह कैसा मनुष्य है कि आंधी और पानी भी उसकी आज्ञा मानते हैं. Praise the Lord. ആ മലയാളത്തിൽ ഒന്ന് വായിക്കാം. കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ ഭാഗം പിന്നെയും എൻ്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് പ്രേരിപ്പിച്ചു. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കണം എന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണ ഉണ്ടായി. Praise the Lord. Praise the Lord. ദൈവം നമ്മളെ ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. Amen. Praise the Lord. Praise the Lord. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? Hallelujah. Praise the Lord. നമ്മളെ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കർത്താവ് കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. അതിന് വിരോധമായിട്ട് എന്തെല്ലാം തിരമാലകൾ ഉയർന്നാലും ആ തിരമാലകൾ ഒരുപക്ഷെ വിവിധ വേഷത്തിലും വിവിധ ഭാവത്തിലുമായിരിക്കും. അന്ന് അക്ഷരീയമായ രീതിയിലുള്ള തിരമാലകളും അക്ഷരീയമായ രീതിയിലുള്ള കൊടുങ്കാറ്റും ഒക്കെയുമായിരുന്നു. ഇന്ന് അതിന് പക്ഷേ ഒരു ശാരീരിക രോഗത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, സാമ്പത്തിക ഞെരുക്കത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, അല്ല എങ്കിൽ മാനസികമാകുന്ന സംഘർഷമായിരിക്കാം. ഇങ്ങനെയുള്ള ശാന്തമാകുന്ന ഇങ്ങനെയുള്ള തിരമാലകൾ ശക്തമായിട്ട് ഉയർന്നു പൊങ്ങി ഒരു ശകലം പോലും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരവസ്ഥ വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, ഞാൻ അക്കരെ പോകുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ ചെന്നിരിക്കും. ഈ വാക്കുകൾക്ക് ശക്തിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഈ വാക്കുകൾ നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ മരിപ്പിക്കുന്നതുമാണ്. ഈ നാവ് നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതുമാണ്, നമ്മുടെ നന്മ ഇല്ലാതാക്കുന്നതുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഇത്ര നാളുകളായിട്ട് ഒന്നെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ സഞ്ജയ് ഇങ്ങനെ മാറി മാറി ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് വിചാരിക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ പോകുമെന്നാ തോന്നുന്നത്.
താങ്ക് യു. ദൈവം ബലപ്പെടുത്തി, ദൈവം വാക്ക് തന്നെ കേട്ടോ. ആമേൻ. ആ വാക്കിനകത്ത് പ്രൈസ് ശരീരത്തിന്റെ എല്ലാ വീക്ക്നെസ്സും മാറി കഴിഞ്ഞു. പ്രൈസ് ഒരൊറ്റ വാക്കിനകത്ത് ഇന്ന് വലിയൊരു വിടുതൽ ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധം ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഞ്ജയ്ക്ക് കൊടുത്ത ദൈവത്തിനായി സ്തോത്രം. വന്നതുപോലെയല്ല ഇവിടെ നിന്ന് പോകുന്നത്, ഒരാരോഗ്യത്തോടു കൂടെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലത്തോടു കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ തോറ്റിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലൂക്കോസിന്റെ മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഈ വിഷയത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിന് ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. 8:22. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടയിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോകുക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ മതി. ഇവിടെ എഴുതിയിരിക്കുന്നത് നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കടലൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം എന്നുള്ളതല്ല, ഒരു പ്രത്യേക പർപ്പസോട് കൂടിയാണ് പോകുന്നത്. നമ്മൾ അക്കരയ്ക്ക് പോകുക. കർത്താവ് അക്കരയ്ക്ക് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് ശിഷ്യന്മാരോട് പറഞ്ഞില്ല. നമ്മൾ അക്കരെ ചെല്ലുമ്പോൾ ഇന്ന പോലെ ഒരാളുണ്ട്, അവനിങ്ങനെ ഭൂതബാധ എന്ന് പറഞ്ഞില്ല. കർത്താവ് യാദൃച്ഛികമായിട്ടല്ല അവിടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പോകുന്ന ഈ യാത്രയിൽ ശക്തമാകുന്ന തിരമാലകൾ അടിച്ചു. പക്ഷേ ആ തിരമാലയിൽ ഇവർ വള്ളം തുഴയുന്നുണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലക്ഷ്യസ്ഥാനത്ത് ദൈവം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. മുമ്പേ പറഞ്ഞതുപോലെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ ഇവിടെ വന്നു, എന്നാൽ ഞങ്ങൾ തിരിച്ചു പോയി. എന്നാൽ കഴിഞ്ഞ വർഷം വന്നത് അങ്ങനെ വന്നതല്ല. അച്ചാച്ചനോട് ദൈവം പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട്. അച്ചാച്ചനോട് ദൈവം പറഞ്ഞ വാക്കിനനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഉറക്കെ പറ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ആകുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതൊരു യാദൃച്ഛിക വരവല്ലായിരുന്നു, ദൈവഹിതപ്രകാരമുള്ള ഒരു വരവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ദാസനെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. ദൈവം പറഞ്ഞിട്ടാണ് പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ അക്കരയ്ക്ക് പോകുന്നത്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല അക്കരയ്ക്ക് പോകുന്നത്. ദൈവം പറഞ്ഞിട്ടാണ് അക്കരയ്ക്ക് പോകുന്നത്. മാത്രവുമല്ല ഈ പടകിൽ ദൈവം ഉണ്ട് താനും. എന്നിട്ടും ഇപ്പോൾ ശകലം മുന്നോട്ട് നീങ്ങാനൊക്കത്തില്ല. ദൈവം ഉണ്ടെങ്കിലും എന്തു വരും സഞ്ജയ്? തിരമാല. താങ്ക് യു. ദൈവം ഉണ്ടെങ്കിലും എന്തു വരും? ഇവർ തുഴയുന്നുണ്ട്, ഭയങ്കര കഠിനാധ്വാനമാണ്, പക്ഷെ യാതൊരു പ്രയോജനവും ഇല്ല. വളരെ കഠിനാധ്വാനമാണ്. വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ല. മുന്നോട്ട് പോകുന്നില്ല, ഇങ്ങനെ കറങ്ങി നിൽക്കുകയാ. തീർന്നില്ല. പടകിനകത്ത് വെള്ളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പടകിൽ കയറുന്ന വെള്ളം ഒരു കൂട്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കോരി കളയാൻ തക്കവണ്ണം ഇവര് പാത്രവുമായിട്ടൊക്കെയാണോ കയറിയത്? അല്ല, അപ്പൊ കൈകൊണ്ട. അവൾ കോരിക്കളയുന്ന വെള്ളത്തെക്കാട്ടി കൂടുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ?
കേറിക്കൊണ്ടിരിക്കുന്നത്. വൃഥാ പ്രയത്നം കോരിക്കളയുന്ന വെള്ളത്തെക്കാൾ കൂടുതൽ കേറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ നന്നായിട്ട് പരിചയമുള്ളവരാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. ചെറുപ്പക്കാരല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 ഇപ്പോൾ എനിക്ക് വയസ്സ് 60 അല്ലെങ്കിൽ വയസ്സ് 70 അല്ലെങ്കിൽ വയസ്സ് എനിക്ക് 80 എനിക്കറിയാം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. എന്നാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. കാര്യങ്ങൾ ഒരു നിലയിൽ മുൻപോട്ട് പോകുന്നില്ല. വൃഥാ പ്രയത്നമാണ്. അധ്വാനിക്കുന്നുണ്ടെങ്കിൽ പ്രയോജനമില്ല. കോരിക്കളയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് അതൊരു പക്ഷെ സാമ്പത്തികമായിരിക്കാം, ഒരു പക്ഷേ വിവിധ നിലകളിലായിരിക്കാം. ഒരാഴ്ചയിൽ കഠിനാധ്വാനം ചെയ്ത് കിട്ടിയത് ദാ പോകുന്നു മറ്റൊരു വഴിയിലൂടെ. ആകുന്നത് ശ്രമിച്ചു. കർത്താവ് ഉറങ്ങുകയാണ്. വാസ്തവത്തിൽ കർത്താവ് ഉറങ്ങുകയാണോ? അല്ല. വിശ്വാസം പഠിപ്പിക്കുക. വിശ്വാസം പഠിപ്പിക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന ഭാഗം എഡിറ്റ് ചെയ്യണം കേട്ടോ. ഈ പണ്ട് ബൈബിൾ കോളേജുകളിൽ ഇപ്പോൾ ഉണ്ടെന്ന് അറിയത്തില്ല, ഈ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ നന്നായി പഠിപ്പിക്കും. ഇന്നത്തെ പോലൊന്നുമല്ല. അന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പഴയ അപ്പച്ചന്മാരൊക്കെ വെച്ച കർത്തൃമേശ അത് അനുഷ്ഠിക്കാതെ എടുത്ത് മാറ്റിയേക്കരുത്. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് പുഴുത്തു പോകും. സഭയിൽ എഡിറ്റ് ചെയ്യണം കേട്ടോ. സഭയിൽ ഭയങ്കര പ്രശ്നം. കർത്തൃമേശ ഒരു രീതിയിലും എന്ത് ചെയ്യത്തില്ല. കർത്തദാസന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ശുശ്രൂഷകനും ഭാര്യയ്ക്കും എടുക്കാൻ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ ഇനി അവിടുത്തെ മുഴുവൻ പേരും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നടത്തുക അല്ലെങ്കിൽ അച്ചാനെടുത്തുക ഡോളിബ ഇവിടെ കലങ്ങി മറിഞ്ഞ് നിൽക്കുക. ഡോളിബ നമുക്ക് കർത്തൃമേശ എടുക്കാമെന്ന് പറഞ്ഞു. ആ കർത്തൃമേശ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ അനുഷ്ഠിക്കാതിരിക്കരുത്. അച്ചായന് കൊടുത്ത വെളിപ്പാടിനായി സ്തോത്രം. നീ എന്നാ പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ കർത്തൃമേശ ഇവിടെ നടത്തിയിരിക്കും. ഞാൻ ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരുപക്ഷെ യോഗം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും. പക്ഷെ കർത്തൃമേശ നടത്തിയിരിക്കും. അത് നടത്തിയിരിക്കും. അത് പറഞ്ഞു കഴിയുമ്പോഴേ ദൂതന്മാരെ ഇറങ്ങത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കുന്ന തിരുമേശ ഞാൻ എടുത്തിരിക്കും, അത് നടത്തിയിരിക്കും. സ്വർഗം പിന്നെ അടങ്ങിയിരിക്കുമോ? നമ്മുടെ വാക്കിന്റെ മുൻപിലാണ്. ചൈന കൊടുത്ത വെളിപ്പാടിനായി സ്തോത്രം. നടത്തിയിരിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ കർത്തൃമേശത്ത് കൊടുക്കും. പരിണിത ഫലം അവൻ അനുഭവിക്കും. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഇത് ഇരുവായുത്തലയുള്ള വാളാണ്. അത് അങ്ങോട്ടും വെട്ടു ഇങ്ങോട്ടും വെട്ടു. അപ്പോൾ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി ദൈവപ്രവൃത്തി അവിടെ തുടങ്ങി. പോയ പോക്ക് പിന്നെ പുള്ളി എന്ത് ചെയ്തില്ല. അതാ കർത്തൃമേശ എന്ന് പറഞ്ഞാൽ വളരെ പരിപാവനമായിട്ടും എഡിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ IPC ചർച്ച വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലേ പറഞ്ഞത്? അവര് പെയ്യെ തട്ടി കർത്താവേ പ്ലീസ് കർത്താവേ അങ്ങനെയൊന്നുമല്ല വിളിച്ച് ഒരൊറ്റ കുലുക്ക്. ഞങ്ങൾ നശിച്ചു പോകണം, നിനക്ക് വിചാരമില്ലയോ? ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ വിഷയം ഒന്ന് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചല്ല, ഇവിടെ വന്നപ്പോഴാണ് ഇത് തന്നെയാണ് ദൂതെന്ന് മനസ്സിലായത്. ഈ നിലവിളിക്ക് ഒരർത്ഥമുണ്ട്. നിലവിട്ടുള്ള വിളിയാണ് നിലവിളി എന്നാലും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനും പിടി നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നതെന്നൊന്നും അറിയത്തില്ല, നിലവിട്ടുള്ള വിളിയാണ്. നമ്മുടെ പ്രിയ
പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നിലവിട്ട് വിളിച്ച് വിളിച്ചവരാ. ആ വിഷയമല്ല പറയുന്നത്. എന്നാൽ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം മുന്നിൽ ചെങ്കടല്, പുറകിൽ ഫറവോന് സൈന്യമായിരുന്ന സമയത്തൊക്കെയും നമ്മൾ നിലവിട്ട് കരഞ്ഞവരെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിലവിട്ട് കരഞ്ഞവരൊക്കെ ഇവിടെ ഇരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ അച്ചായര് ആദ്യത്തെ പ്രൈസ് ദി ലോർഡ് ഒരു കേസ് വന്നുള്ള FIR അത് പറഞ്ഞ വാചകം തന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രൈസ് ദി ലോർഡ് താൻ എഴുന്നേറ്റ് പറഞ്ഞ വാചകം പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തും. ആ കണ്ണുനീര് കണ്ടിട്ട് പറയോ പ്രൈസ് ദി ലോർഡ്, ഈ കണ്ണുനീര് എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം നിലവിട്ടുള്ള വിളിയായിരുന്നു അവിടെ. ഹല്ലേലൂയ. ആ നിലവിട്ടുള്ള വിളിയുടെ മുൻപാകെ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഇന്നും ഛത്തീസ്ഗഡിൽ പോകുവാന് പ്രവർത്തിക്കുവാനിടയായി തീരുന്നത് നിലവിട്ടുള്ള ചില വിളികളുടെ മുൻപാകെയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നിലവിട്ടുള്ള നിലവിളി. Praise the Lord. ഹല്ലേലൂയ. പരിസരം നോക്കാതെയുള്ള നിലവിളി. Praise the Lord. മനുഷ്യരെന്ത് വിചാരിച്ചോട്ടെ, എനിക്കത് വിഷയമല്ല. Praise the Lord. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? Hallelujah. Praise the Lord. ഫറവോൻ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി പല നിലയിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. ആദ്യം കൊടുത്തത് കഠിനാധ്വാനം. ആ മക്കളെയെല്ലാം എന്ത് ചെയ്യണം? കൊന്നുകളയണം. അത് കഴിഞ്ഞിട്ട് നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വൈക്കോല് തരത്തില്ല. പിന്നെന്തോ വേണം? ഇഷ്ടികയുടെ കണക്ക്. അത് ചുരുക്കം പറഞ്ഞാല് ആ പ്രശ്നം തുടങ്ങിയ സമയം മുതൽ ഇസ്രായേൽ മക്കൾ കരയുവാനായിട്ട് തുടങ്ങി. ഇതെന്തൊരു കഷ്ടമാണ്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം. ആർക്കും ആരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നില്ല. ആ വീട്ടിൽ ഒരു കുഞ്ഞിനെ നശിപ്പിച്ചു, ഇപ്പുറത്തെ വീട്ടിൽ കുഞ്ഞിനെ നശിപ്പിച്ചു, എന്റെ കുഞ്ഞ് നശിക്കപ്പെട്ടു. ആർക്കും ആരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ അതങ്ങനെ മറുഭാഗത്ത് ഇഷ്ടിക ചൂടയിലെ കഠിനാധ്വാനം. ഇതെല്ലാം കാഠിന്യത്തിൽ നിന്ന് കാഠിന്യത്തിലേക്ക് നീങ്ങി. ഒരു ദിവസമല്ല, ഒരു നാൾ അവരെല്ലാം നിലവിട്ടൊരു നിലവിളി നടന്നു. എന്റെ ദൈവമേ, ഇതിനൊരു വിടുതലില്ലയോ? ദൈവമേ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ലേ? നീ വീണ്ടെടുത്ത അബ്രഹാമിന്റെ സന്തതിയല്ലേ? ഇതിനൊരു വിടുതലില്ലയോ ദൈവമേ? ആ നിലവിളിയുടെ മുൻപാകെ ദൈവം മോശയോട് പറഞ്ഞു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. ഇനി എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നിലവിട്ടുള്ള വിളിയുടെ മുൻപാകെ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവിധമാകുന്ന അത് പ്രൈസ് ദി ലോർഡ് എല്ലാ കൺട്രോളും വിട്ടുള്ള നിലവിളിയുടെ മുൻപാകെ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ സഹായിക്കുവാൻ കഴിയത്തില്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം മാറി നിൽക്കുന്ന ദൈവമല്ല. അവൻ എഴുന്നേൽക്കുന്ന ദൈവമാണ്. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ അങ്ങനെ നിലവിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. നിലവിളിച്ചവരാ. അതുപോലൊരു നിലവിളി ഇപ്പോഴും വേണം. Praise the Lord. അതുപോലൊരു നിലവിളിയുടെ മുൻപാകെ അവൻ എഴുന്നേൽക്കും. Praise the Lord. എപ്പോഴാണ് നിലവിട്ടുള്ള നിലവിളി വരുന്നത്? സഹായനായി ദൈവം പ്രവർത്തിച്ച കാര്യം നടക്കുന്നു. എൻ്റെ എല്ലാ അധ്വാനവും വട്ടപൂജ്യമാണ്. എൻ്റെ എല്ലാ പ്രവർത്തനവും വട്ടപൂജ്യമാണ്. ലോർഡ്, എന്നെ ലജ്ജിപ്പിക്കരുത്. സഹോദരങ്ങളുടെ നടുവിൽ എൻ്റെ തലം കുനിക്കരുത്. ഇത്രയും നാളും അധ്വാനിച്ചൊന്നും വൃതാവാകുവാനിട വരരുത്. ശത്രു എന്നെ തോപ്പിച്ചെന്ന് പറയുവാൻ നീ അനുവദിക്കരുത്. നിലവിട്ടുള്ള നിലവിളിയുടെ മുൻപാകെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. Praise the Lord. Praise the Lord. ദൈവം എഴുന്നേറ്റു. Praise the Lord. അപ്പോസ്തലനാകുന്ന പൗലോസ് അവിടെ കർത്താവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ അപേക്ഷിച്ചു എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ 3 വട്ടം ദൈവത്തോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു എന്നാണ്. എന്നാൽ അതിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ബെഗ് ചെയ്തെന്ന. എപ്പോഴാണ് ഈ യാചിക്കുന്നത്? യാചകന് പരിസരബോധം വല്ലതും ഉണ്ടോ? നമ്മൾ ഈ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ അയൽവക്കക്കാർ കാണും, എൻ്റെ ഇന്നാര് കാണും എന്നും വല്ല യാചകനുണ്ടോ? ഇല്ല. കാരണം ഞാൻ നിസ്സഹായനാണ്, അതുകൊണ്ടാണ് യാചിക്കുന്നത്. Praise the Lord.
അതുകൊണ്ടാണ് ഞാൻ യാചിക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് കർത്താവിനോട് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, പട്ടിണി എനിക്കൊരു വിഷയമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ യാചിക്കുന്നത്? കർത്താവേ, ഈ പ്രശ്നം ഒന്ന് മാറ്റി തരേണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതെന്റെ ശുശ്രൂഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പട്ടിണി നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെ ബാധിച്ചിട്ടില്ല. മറ്റുള്ളവർ അടിച്ചത് എന്റെ ശുശ്രൂഷയെ ബാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പലവട്ടം തടവിലായത് എന്റെ ശുശ്രൂഷയെ ബാധിച്ചിട്ടില്ല. എന്നാൽ ഈ മുള്ളുപോലെ കുത്തുന്ന ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഉണ്ട്. മുള്ളുപോലെ കുത്തുന്ന ഒരു വിഷയം എന്റെ ജീവിതത്തിന് മേലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുള്ളുപോലെ കുത്തുന്ന ഒരു വിഷയം എന്റെ ജീവിതത്തിന് മേലുണ്ട്. കർത്താവേ, അത് നിമിത്തം എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. അത് നിമിത്തം എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിന് മറുപടി കൊടുത്തു. ഇന്ന് പകലില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവ് നിലവിട്ട് ആ നിലവിളിയുടെ മുൻപാകെ നീ നിന്നുവെങ്കിൽ എന്റെ നിലവിളിക്ക് നീ മറുപടി തരയണം. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. കർത്താവ് എഴുന്നേറ്റു. കർത്താവ് എഴുന്നേറ്റിട്ട് അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളങ്ങ് പൊക്കോളാനെന്ന് പറഞ്ഞേ. അല്ല, ആ പ്രതികൂലത്തെ ദൈവം ശാസിച്ചു, റെബ്യൂക്ക് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ 2 പേര് ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ ഒരു അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അവര് റിബ്യൂക്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രീതിയിലാണ് കർത്താവ്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രീതിയിലാണ് കർത്താവ് അതിനെ ശാസിക്കുന്നത്. ശിഷ്യന്മാർ അന്താളിച്ചു പോയി. ഇതൊരു നമ്മളോടൊക്കെ പറയുന്ന പോലെ അതല്ല ഈ കാറ്റിനോടും കടലിനോടും പറയുന്നത്. ഇതെന്തൊരു കാര്യം ഇത്? അപ്പൊ കാറ്റിന് ചെവിയുണ്ടോ? തിരമാലയ്ക്ക് ചെവിയുണ്ടോ ഇതൊക്കെ കേൾക്കാൻ? ഉടനെ കാറ്റ് ശാന്തമായി, തിരമാല എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. നിലവിളിയുടെ മുൻപാകെ എഴുന്നേൽക്കും. കേട്ടോ, അവൻ എഴുന്നേറ്റ് പ്രൈസ് ദി ലോർഡ് എനിക്കെതിരായിട്ട്, പ്രൈസ് ദി ലോർഡ് സഞ്ജയ്ക്കെതിരായിട്ട്, അനുഗ്രഹത്തിനെതിരായിട്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നമുക്ക് ഓരോരുത്തരും എതിരായിട്ട് നിൽക്കുന്ന ആ കൊടുങ്കാറ്റിനോട് കർത്താവ് പറയും, മേലിൽ ആ രോഗം കയറി വയ്ക്കരുത്. മേലിൽ ആ പ്രശ്നം ഉണ്ടായേക്കരുത്. മൂന്നാമത്, നിലവിളിയുടെ മുൻപാകെ കർത്താവ് എഴുന്നേറ്റാല് നമ്മളെ ആഗ്രഹിച്ച തുറമുഖത്തോട് ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തിരമാലയെ ശാന്തമാക്കുക മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ, നമ്മളെ ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ട് എത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്നേഹമേറിയ പിതാവേ, He is my everything, both great and small. He gave His life for me, made everything new. He is the everything. Now how about you? Like honey in the rock, sweet honey in the rock. Jesus is like honey in the rock. Oh, taste and see that the Lord is good. For He tastes like honey in the rock. Like honey in the rock, sweet honey in the rock. Oh, He tastes like honey in the rock. Oh, taste and see that the Lord is good. For He tastes like honey in the rock. For He tastes like honey in the rock. You are my strength when I am weak. You are the treasure that I see. You are my all in all. You are my strength when I am weak. You are the treasure that I see. You are my all in all. Jesus, Lamb of God, worthy is your name.
I bless your name. You are my all in all. Jesus, Lamb of God, holy is your name. Jesus, Lamb of God, holy is your name. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your Hallelujah. Thank you, Jesus. Hallelujah. Your name is worthy. Hallelujah. You are the King of Kings. Hallelujah. All glory, all honor to you. Hallelujah. Thank you, Jesus. Because you are here, my Master. Thank you, Jesus. Because you are my shepherd, Lord. You are the living water. Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. Because you are moving here. You are touching everyone. You are touching every heart. Thank you, Lord. Thank you, Jesus, Lord. Thank you, Jesus, because you are the midst of us. Thank you, Lord. Jesus, we give you glory. We give you glory, Lord. We give you glory. Thank you, Lord. Thank you, Jesus, Lord. Hallelujah. Hallelujah. Light of the world, you step down into darkness. Open my eyes, let me see. Beauty that makes this heart adore you. Hope of a life spent with you. So here I am to worship. Here I am to bow down. Here I am to say that you're my God. All together lovely, all together worthy, all together wonderful to me. King of all days, oh so highly exalted, glorious in heaven above. Humbly you came to the earth you created, all for the love it was. So here I am to worship, here I am to bow down, here I am to say that you're my God. All together lovely, all together. Cannot lack anything because you have a Father. Hallelujah. You have a Father in heaven. Hallelujah. Of our hearts, and let our life be the same again. Yes, And Lord, I pray today, as whoever hears this message, Lord, Amen. may the heart change. Yes. May the thought change. Yes. May every mind change in the name of Jesus Christ of Nazareth. Hallelujah. And Lord, we pray and we declare that, Lord, we will know that we are not orphan in this world. Yes, The Lord. days of loneliness are over. The days of two DNS. One is of father and one is of a mother. In the rays of the Spirit, when God created man, He looked at Himself while creating a man. So when God created Anugrah, He said, let me look at myself first before I create Anugrah.
how should his hands be? Let me look at my hand first. And then the word of the Lord says, God spoke to himself, let us Amen. create man in his own image. Yes, Lord. खुदा ने खुद से कहा संजय भाई कि हमको मनुष्य को हमारे जैसा बनाना है। और परमेश्वर ने फिर ठान ली कि संजय भाई परमेश्वर के जैसे बनेंगे। And then God saw that man has to be a replica of God's stature, of God's position, of God's image on this earth. So whenever God looks from heaven to earth, he will see his own replica in the form of man. And God said, with this man I shall dwell forever. Amen. The purpose, because you see, when Satan was thrown down from heaven, when Satan was thrown down from heaven, he lost the glory. Now God said, I want to create something which looks like me. So even though a person goes away from me, I will never go away from them. Why? Because these people are exactly in the replica of God. So when God created sun, he spoke to sun. When God created moon, he spoke to the sky. When God created water, he spoke to the water. When God created everything on the earth, he spoke to the earth. But when God created us, he spoke to himself. Hallelujah. Let us create man in his own image. Now understand this thing very well. The image, it means your DNA is not the DNA of any other person but the image of God. Yes, praise the Lord. Hallelujah. If you look at Sarah today from far, and if you look at me, you will see that she is my daughter. Amen. Her cheeks are like, like fat like me. She looks like healthy like me. My mother says she is very good food eater. She eats foods like me. So everything in my DNA has been passed to a next generation. Praise God. How many understand this thing very well? When John was born, John is a little bit dark, and my wife said he looks like you. You are dark. I said okay, yes. Because of my skin color, he's becoming like that. Why? A son will look like a father. How many understand this thing very well? Today. You are not created in the image of an animal. You are created in the image of God. You shall look like God. You shall feel like God. You shall see like God. You shall have authority over God. So your children will look like you. When you look at your children, when I look at my Sarah, I don't say, whose daughter is she? Do I say that? I immediately go, what happened? Why are you crying? So is the Heavenly Father. Yeah. What is the difference when animal cries and I cry? Animals are not made in the image of God. But when I cry, my Father runs. Yeah. He runs to me. He picks me up in his hand. And that is why he said, everyone, even your mother will leave you. But I will never leave you. I will never forsake you. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. So now understand this thing very well. God gave man a very I'm just laying a foundation so that whatever I will preach, Anusha will also understand. Okay? Everyone will understand. So the basic, and then we're gonna go very fast. Yeah? Praise God. Amen. So when God created man, he said, let me make man in his image. And when God created man, he created man from the dust, right? He breathed into where? The dust. The only creature that was created out of breath of God was man. How many of you breathe? Everyone breathes. That breath is from God. Yes. That breath is of God. So God is a very good engineer. He looked at the sand and saw how Isabel's sister should look like. And he created a dust. Created a man out of it. Oh wow, he has two hands. I have two hands. I have eyes, the DNA is blood. And then Jesus, God himself, blowed into that dust and human blood started flowing. Heart started pumping. Brain started to work. Your arms started to work. And that is how we are created in the image of God. When God created man, he said, let man have influence over everything on the earth. Let them have dominion over the earth. Let them have authority over the earth.
I am not going to make man as a slave. No, 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 no. I am going to give man the complete dominion, complete authority, complete ownership, the complete authority over everything on this earth. Hallelujah. And then what did God do? God brought all the animals to Adam. You can name whatever you want because those animals are under your authority. Yes, Lord. How many understand? How many have read this? Yes. We don't have time to read this, but it's in your Bible. So God's original creation and the purpose of man was that he should be with you forever. Second, that you should have dominion over everything on this earth. Third, that he should have fellowship with you every day. Fourth, you should look like him anywhere, everywhere, any place, any location you go, you should represent your father. Hallelujah, Lord. How many understand this thing very well? Hallelujah, Lord. You know, when I came to pick my son on the airport, I didn't have to find where is my son. Instantly I looked, my son is coming. Why? Because I know how my son looks like. God knows how you look like. He knows what you want. He knows what your desire is. He knows your loneliness. He said, but David said, Lord, you know my getting up and getting down. You know my thoughts from far away. From far away, you know how I feel, Lord, when I'm lonely. You know from far away how I feel when I am not able to get married. You know from far away how I feel when I don't have any job. You know my feeling, Lord. You know my emotions. That is God for us. Yes, Lord. That is God for us. And the very important thing happened. God said, I want this man to please me. I want this man that if he has to look like me, he should obey me. And God said, I will create and give them some advice. Give them some instruction. And that instruction was not to eat the fruit which is in the center of the garden. Right? And you know, man came and he ate it. He went against God. It's written in the Bible. And what happened? Man had to go away from the garden, from the presence of God, from the original plan of God. And sin entered man. Praise the Lord. Praise the Lord. And sin entered man. Now, very important thing about sin. You know what is sin? Disobeying the commandments of the Lord is called a sin. Hallelujah. And when sin entered man, sin had dominion over a man. Please understand this thing. Who was supposed to have dominion? It is man is supposed to have a dominion over the earth. But then now, because man disobeyed God, sin became a dominion person towards God. Praise the Lord. Hallelujah. John chapter 8 verse 34. Can anyone read this? John chapter 8 verse 34. What is it written? Jesus answered them, Truly, truly, I say to you, Truly, truly, I say to you, everyone who commits sin everyone who commits sin is a slave to sin. is a slave to sin. Look here, please everyone look here. Everyone who practices sin, in other translation said, is a servant of sin. You know? So what is a servant? I'm just trying to establish the foundation here, okay? Please understand this thing very well. You understood why God created you. We understood how we should look like. We understood why the introduction of sin makes you a servant and not the son. Amen. But we are going to look how Jesus changed our situation from being a servant to a son. Hallelujah. 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 We're going to look at it. But what does it say? Everyone who practices sin is a slave to sin. Hallelujah. Hallelujah, Lord. Now in olden times, when there was a slave, okay, if you read the book of Old Testament and Bible, when a person is supposed to be defined as a slave, first thing he used to do, he never had his own desire. Okay, look everyone look here. Okay, during the time of Moses, when there was law, when a person was supposed to be a slave, they used to buy slaves. For example, they used to go in a market and they used to buy slaves. So, गुलाम को खरीदते थे.
Puninirangan. Amen. And when they used to buy his slave, they used to ask slave to do their duties. Right? It's there in the Old Testament, right? And if you see, the entire people that were born as a slave had one nation called Israel. And Pharaoh brought these people as a slave to serve him and to make them as a slave and to bring everything out of their houses. Hallelujah. So if a house has to be built, Pharaoh will say, all the Israelites get down in the morning, come on, make the bricks, create the house, labor day and night. You will get food according to what we think. You will have children according to what we desire. Your children will also become a slave, because slave is a thing, is a personality which lives for another person. गुलामगिरी का मतलब ये है कि हम दूसरों के लिए जीना सीख जाते थे. If you read Exodus chapter 1 verse 13 and 14, introduction of slave. Slavery is there. Exodus chapter 1 verse 13 and 14. Can anyone read it? Can anyone read Exodus chapter 1 verse 13 and 14? And the Egyptians made the children of Israel So Egyptians made the children of Israel to serve with rigor. Verse 14. And they made their lives bitter with hard bondage, in mortar and in Brick and in all manners of service in the field, where they made them serve with rigor. Okay, go to verse 13. So introduction. Yes, thank you so much for coming. God bless you. Amen. So introduction of Exodus chapter 1 verse 13. And Egyptians made the children of Israel slave with rigor. Now understand this thing very well. Please hear. I am telling you what is to be a slave. गुलामगिरी का मतलब क्या होता है? What do you mean by becoming a slave to a certain thing? Thank you, sir. Please come. Yes, sir. Please, thank you. Yes. Hallelujah. So how was the service to them? Can anyone read? Verse 13 and 14. Read, sister. Pastor Sadi, read. So they ruthlessly made the people of Israel work as slaves. As slaves. And made their lives bitter with hard service. Makes their life bitter with the hard service. In mortar and brick. And in all kinds of work in the field. And in all kinds of works in the field. In all their work, they ruthlessly made them work as slaves. Ruthlessly made them work as what? Slaves. So in John chapter 8 verse 34, anyone who practices sin is a what? Slave. How does slave work? Ruthlessly, day and night, bitterly, काम करा के लिए. That is an introduction of how sin did something to the people of God. Ruthless. You know ruthless? Oh, I'm tired. After work, more 6 hours. No, I'm tired. My hand is paining. Still work. Hallelujah. Slave to the Egyptians. And Exodus chapter 2 verse 23. Can you read it? Exodus chapter 2 verse 23. Can you read this? Exodus chapter 2 verse 23. During those many days, the king of Egypt died, and the people of Israel groaned because of their slavery. Yes. Because of their slavery, and they cried out for help. Yes. You see this now. When the king died, सब लोग इधर देखो. Everyone look at here. It's a very important thing for us to understand. When the king died, Israel cried out to the Lord. Why? Because of slavery. What was slavery doing to them? They were ruthlessly bruised, ruthlessly killed. And God remembered a person called Moses and said, Moses, I have heard the cry of Israel. I want to take my people out of slavery. Please look here. खुदा ने मूसा को भेजा. मूसा को बोला, मूसा जा, मेरे को गुलामगिरी से इज़राइल लोगों को बाहर निकालना है. These are my people, not supposed to be a slave. How many understand this thing very well? So when people are in sin today, when they don't know Jesus, their situation is the same today.
They're ruthlessly worrying. I need to do this. I need to do this. After this is done, I need to do this. A medical bill is there. Foundation bill is there. House EMI is there. I need to go here. I am a slave. I cannot control, but I am being controlled. That is what sin is doing to the people. Please the wife, please the wife. I keep on pleasing the wife until a moment a wife will die and everything that you please is in vain. It's a slavery. But very important thing, when Israel cried out to the Lord, Yes. God sent Moses to them. Hallelujah. Now understand this thing. This Moses represents Jesus in the New Testament. When people cried out to God, God became love so much that He gave His only begotten Son. Hallelujah. How did Israel people came out of the slavery? How did Israel people came out of slavery? When did they come out of slavery? Because of the reason. Why? When did they come out of them? Exodus 12:13. Answer is in Exodus chapter 12 verse 13. Blood shall, Read it. and the blood shall be to you for a token upon the houses where ye are. When I see the blood, When I see the blood, I will pass over you. I will pass over your house. See, understand this thing very well. God is going to free Israel with the token of the blood of the Lamb. Hallelujah. How many are understanding this thing? Slavery is going to be over now. There will be no more slave in Egyptians. Amen. There will be no more slavery in Israel. There will be no more crying in Israel people. There will be no more ruthless groaning now, because the blood of the Lamb is going to be applied. There will be no more death in your family. Why? Because the blood of Jesus is going to be applied. And when this blood shall be seen, the angel of the Lord shall come, but it shall not come to your house. The death shall come, but it shall not come to your house. They that holded you as a stagnant because of witchcraft is going to lose you. Why? Because of the blood of Lord Jesus Christ. Hallelujah. When that blood was applied in the midnight hour, every person whose house is not covered with the blood, every first one born died. And King Pharaoh said, come, please, 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 everyone, you go away. And God said, wait. This is the new name that I am giving to my people. They are supposed to be called Israel. How many understand this? Hallelujah. That is how God saved Israel people from slavery. And John chapter 8 verse 34 says, everyone who practices sin is a slave to sin. How many understand this thing very well now? Now there has to be not just the blood, because the blood will not change what Satan has done it, because sin lives in us forever. Please understand this thing very well. The wages of sin is death. Now death was ruling in the life of people. Yes. And he said, everyone who practices sin. John chapter 8 verse 34. Can anyone read it? Read it. Anyone who... Jesus answered them, truly, truly I say to you, everyone who commits sin is a slave to sin. Verse 35. The slave does not remain in the house forever. The son remains forever. So if the son set you free, you will be free indeed. Wow. There has to be a freedom from slavery. Now understand this thing. How does the slavery come? Because of the practicing of sin. Now a slave does not remain the slave forever until the son sets him free. What did you say? If the son, read verse 35. 35. The slave does not remain in the house forever. The son remains forever. Now understand this thing very well. The son lives in the house forever. Amen. But the slave has to vacate the house someday. The servant has to leave the house one day. Now this is the scenario of sin.
sin will make you go away from the house of the Lord. Please understand this thing. Please look here, everyone look here, please look here. There is something called presence of God. Okay? And that presence of God is for every one of us here today. Hallelujah. Because of this sin, the presence of God is invisible to people. They feel guilty in their hearts that they leave that house of the Lord and do not want to come back again. Because of sin, man does not feel God as he should feel God today. Understand this thing. But thank God for Lord Jesus Christ, because when Son sets you free, you are free indeed. You are no longer under the bondage of sin. You cannot say, Lord Ramakosika, I do not belong to you. No. A son became a son for us today, so that we as a servant will become son in him through Jesus our Father. Hallelujah. I'm going to understand this thing very well. Today you have got sonship because of the freedom that Jesus gave you. It was an eternal plan of God. You did not do anything for it. It is God in his mercy did it for us. Yes, Lord. Thank you, Jesus. So you are a son and a daughter of the Most High God. And the word of the Lord says that, Romans chapter 7 verse 14. Romans chapter 7 verse 14. For we know that the law is spiritual, but I am of the flesh, sold under sin. For I do not understand my own actions. Yes. For I do not do what I want, but I do the very thing I hate. Now if I do what I do not want, I agree with the law, that it is good. So now it is no longer I who do it, but sin that dwells within me. For I know that nothing good dwells in me. Yes, you see this now. This is a very important definition of a slavery to sin. What does Paul say? See, look here, I'm going to tell you in a very fast time. I want to do something good, but I cannot do it. I want to do something better, but I cannot do it. The sin inside me is controlling me. And I don't understand what I should do, but I don't want to do it. And at the end of the day, when I look at my life, I do what I should not do, but I do not do what I should do. Slavery and bondages. Thank you. Of sin is gonna be broken by the mighty power of God. Hallelujah. Hallelujah. Hebrews chapter 2 verse 14. Can anyone read? 14 and 15. Hebrews chapter 2 verse 14 and 15. Since therefore the children share in flesh and blood, he himself likewise partook of the same thing, that through death he might destroy the one who has the power of death, that is the devil. Yes. And deliver all those who through fear of death were subject to lifelong slavery. Amen. Hallelujah. Lifelong slavery. How did Jesus has to die? That he might deliver them that are under long life slavery. The wages of sin is death, and death used to control people. But thank God for Jesus Christ, because of his death. Anusha, I want to tell you one thing today. Jesus died for you. Yes. You are no longer under sin today. Yes, Lord. Your sins are forgiven by the blood of Jesus. We don't change any religion here. We say that you are not alone. Jesus died for you. And because of his blood, you are cleansed. Because of your blood, you are no longer under that sin. You cannot be controlled. No witchcraft can work against you. No powers of the hell can work against you. Why? Because my Jesus set us free from the bondage, from the slavery, from the unwanted things of the world, and made you his daughter. Hallelujah, Lord. Everyone here today has a hope today. Hallelujah. Everyone today has a hope that my Jesus died for me today. That by his death, my Lord Jesus, you did not do anything for it. Jesus did for you. Amen. That every bondage of sin might be broken. Romans chapter 8 verse 15. We don't have time. Can anyone read Romans chapter 8 verse... Yes, Romans chapter 8 verse 15. Yes. You judge according to the flesh. I judge no one.
Okay, read 13 from 13. So the Pharisees said to him, Romans. Romans chapter 8. Can anyone read? For if Yes. For if you live after the flesh, you shall die. But if you through the Spirit do mortify the deeds of the body, you shall live. Verse 14. For all who are led by the Spirit Out of God. are sons of God. They are the sons of God. Verse 15. For You have not received the spirit of bondage again to fear, but you have received the spirit of adoption, as son. whereby we cry, Abba, Father. Hallelujah. Now understand this thing very well. There is something very important for you to understand, that you did not receive now the spirit of fear. You cannot fear anything on this world. You cannot fear sin. You cannot fear death. You cannot fear joblessness. Why? Because this is the bondage that God delivered us. He said, for you did not receive the spirit of slavery. Come on, Okosia. Now there is a spirit of bondage that many people are living under. Many people try to think that they are under bondage today. They want to do something for God. They think that I need to beat myself so that my God will be pleased. They start fasting for 45 days. I'm not saying fasting is wrong, but that cannot please God. That will discipline your flesh. Praise God. Why? Because He already gave you the spirit of adoption. Adoption. You know adoption? He adopted you as His son and daughter. Why? You can call Him Abba Father. What can you call Him? Abba Father. Why? Through the Spirit of God, by the Son, Lord Jesus Christ. So today, everyone here today has got this spirit of adoption. Everyone. What is the spirit of adoption saying today? You are His son. You are His daughter. Can you read that? Verse 14 again? Read it. Yeah, 15. For ye have not received the spirit of bondage again to fear, but ye have received the spirit of adoption, whereby we cry, Abba, Father. We cry, Abba, Father. Understand this thing. Father is a very important relationship that was introduced by Jesus on this earth. Father is a relationship that will never leave you. Father is a personality that was introduced by Jesus Christ to human beings. And He said, I am coming to you as a son, but to make you from slavery to a sonship. Hallelujah. To a sonship. Through Son of Lord Jesus Christ, you are the Most High God's son and daughter. And the word of the Lord says, who is that father? If you ask him a bread, he will give him a stone. Who is that father? If you ask him for a fish, he will give him a serpent. If you being so bad not to give good things to your children, how lovingly your heavenly Father will give it to you. Please understand this thing very well. Please. Hallelujah, Lord. I am my John's son and Sarah still son and daughter. Even if they lie, they are still the son. Right? If he steals, he's still my son. That will not take a sonship away from him. If he says, no daddy, I don't want to come to church, he's still my son. If he doesn't talk to me for 20 days, he's still my son. If he does not look at me, he's still my son. The identity of sonship cannot change. Many people think this way, that God doesn't love me. I did not pray for so many hours. I did not talk to him. My brother, you don't have to please God. You are already a son of God. You are already a daughter of God. And that is where you are in the relationship with Father. What does Father expect? His son should ask me. Who is that father? If you ask for a bread, I will give him a stone. Do you have a father like that? If your son, daughter asks for a bread, he will give a stone? Is it like this? No. What will he give? 2 chapatis.
3 chapatis, you will give from your plate. That is the Heavenly Father we have. Hallelujah. When we have this Heavenly Father with us, I'm telling you one important thing. You are a son. That is why Jesus said, whoever believes in Him, for they have given the authority to become sons and daughters of the Most High God. Sons and daughters of the Most High God. If you believe in Jesus Christ, you are the son of God. Amen. You are the daughter of God. Amen. There can never be anything in your life that can tell you that you are lonely. No. While you are going to interview, I always tell when I'm going to job, Lord, remember I'm your son. Okay? That's it. Remember I'm your son. Hallelujah. Don't remember me as your son. I'm your son. Okay? Amen. That's it. Don't pray, don't ask. When I feel that I cannot do it, Holy Spirit, I cannot do this coding. I was having one very difficult condition to be applied in code. And I said, Lord, Holy Spirit, remember these eyes, your son's eyes. Ability is not mine. It is your son's ability over my life. Amen. I am born from your hand, Lord. I am your son. That breath right should shine on me. Immediately I could solve that question. Hallelujah. 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 Tell that Satan, the first attack that Satan does on a believer is an sonship that you have received from God. Hallelujah. That is an attack from the enemy's hand. It tells that you are not qualified. It tells you cannot do anything. He says you cannot be received by God. That is why the Paul says, go boldly to the throne of grace. From where you have obtained the mercy. Boldly. I need to go boldly. Understand today in your heart that I am the son of the Most High God. Yes, Lord. He will not leave me. He will not forsake me. Why? Because by His precious blood I am purchased. How many understand thinking कि मैं आज अकेला गवार नहीं हूँ. I am not isolated. I am not. See, out of the 1,000 interviews, 2015 there was a hard time in India. I had to give the interview. 1,000 people came. And among 1,000 people, I told one thing to Lord. I don't know about them, Lord. For me, I know. I am your son. Son. Thank you, Lord. I am your son, Lord. Remember that. Privilege of. It's a privilege. Thank you, Lord. Through Jesus Christ. Amen. And simple interview when I was selected among 1,000 people. And today I have a hope. How can I survive in this United States of America on just 60 days validity of visa? If I don't have a job in 60 days, I have to leave USA. How can I survive? The answer to that question is, I am the son of God. Amen. Hallelujah. Hallelujah. My survival is not on my ability. It's on the identity that Jesus gave me. Yes. How many understand this thing? When I know and I begin to understand this thing, that I have a right to call Him Abba. When I say, Lord Abba, my dear Father, it means there is a relationship. It means there is a fatherhood. It means there is a carehood. It means that He's not going to leave me. He has received me as His son. And has received you as His daughter. Hallelujah. Hallelujah, Lord. And if you don't understand fatherhood, look at your children. Look at your children. When your children calls out to you, when I don't pay attention to my son, he calls me loudly, Papa. When I don't listen, he calls shoutly, Papa, why don't you listen to me? That is the same God is telling us today. You have that power to call Him Abba Father. When he thinks that he has shut his window towards you, go to your room and say, Abba Father, where are you? That is why when Jesus said on the cross, my Father, why have you forsaken me? Thank you, Lord. Thank God for Jesus Christ, because through Him you have got the spirit of understanding thing. Adopted funds is adopted forever. You sin, He's going to lift you. Not understand this thing very well. The word of the Lord says, we don't have time, but He said, the Father whom He loves, He chastens them, He punishes them, He corrects them. Please understand this thing. It is a punishment, it is a privilege for a father to correct his son and daughter. So when I am wrong, He might punish me, but He will not leave me. Father cannot leave you. God cannot leave you. He will not leave your prayers. He will find you wherever you go. You will come back to Him again. Hallelujah, Lord. No matter after how many years you go to prayer, He will still be calling you as His son. Hallelujah. Hallelujah. Prodigal son, what did he say? There were two brothers. Right? And they said, Lord, they had a father. He said, Father,
Give me my property. You are very strict. I do not like your discipline. I want to go out of the house. Give me my property. Give me my share. Give me whatever I have today. Give me, Lord. I will take it and I will enjoy. Father said, okay. Whatever you want, you go and take. He went away. He enjoyed. His friends came. He spent all the money and he did not have any money. He left alone. Hallelujah. We know that, right? Prodigal son, Luke chapter 11, you need to read it. Right? And when every money is gone, he's now staying with pigs. His location changed. He's staying with pigs. And then he remembered, oh my God, my father is a rich father. I'm staying in pigs here. My father has so many houses. I don't have a house to stay here. The only one thing a son should do is to look where father is and to go near him. That's it. Amen. Thank you, Lord. You know why my John and my daughter comes here? Because they feel safe, and pastor doesn't like it. No pastor should like it because children should not come here. But I'm telling as a son, when the son looks at the father preaching, he will stand. He is my father. I am going to stand. That is the only thing that you have to do. No matter how far you feel, go to a location where your father is. Hallelujah. Go to a location where your heavenly father is. And that person said, oh, I have sinned against my father. I have sinned against my heaven. But I will go to my father and I will tell him, Father, don't accept me as a son. Accept me as a slave. I am not worthy to be called a son. I am worthy to be called a slave. Why? Because when I'm coming back, I went taking everything, but I'm coming with empty-handed, Lord. My father, I don't have anything. And that father, when he looked from far, wow, my son is coming back. He didn't look at his hands. Sakamadia. He didn't look what he had brought. How much loss did you make me? He didn't look at that. My son is coming back to me. Amen. No, my mother was saying, your father is not happy in India. You are in US and he's in India alone doing ministry. He needs you there. Father, understand this thing very well. Understand, he is sad today if you are far away from him. You have an issue with your father? Yes, you can have issue with your father. You can fight with him. Go to a room. Close your door. Father, I thought you will be there, but you are not there. This is a failure, Lord. Can't you look at me? I am your son. I should have this. It's your right. Yes. It's your privilege. Yes, Lord. To trail and trouble your father. Amen. He is a father in heaven. How many understand that? And the word of the Lord says, that father became so happy. He said, called to his servants, see, I had lost one son, but I found one. Let us become a party together. He gave him a robe. New clothes were given to a son. When a son comes to a father, my brother, God will give you something new in your life. When you come back to Christ again, there shall be a new robe. There shall be a new character. There shall be a new identity. There shall be a new rings that will be given to you by Father. Why? Because he loves sons and daughters coming back to him again and again. You know, in my early Christian life, I used to pray, Lord, thank you. Again, I used to feel, I used to go, Father, I did not get answer, please. And then he was teaching me that no matter how much son comes to a father, he still loves it. Yes. He still loves it. He still loves it. Tell him again, Lord. And I was praying, I was praying in the night. Said, Father, in heaven, I cannot sleep because I love you. But I know one thing. I need my father and mother to be alive on this earth. And that is non-negotiable, Lord. And I'm negotiating today in this midnight hour. I need my mother and father to be awake. Because I know the ministry that I'm going to do, Lord, is going to be huge. My mother has to see that ministry. My father has to see what they have planted in me. They cannot go to the grave and come to you before. And I was seeing that the end time angels coming to my father. I said, Lord, no, Lord. That is non-negotiable, Lord, no. Lord, no. Lord, no. Lord Jesus Christ, no. My father will live. My father will live, Lord. I was praying to God. Do you think that my heavenly father will allow the earthly father to pass away before he accepts my... No. That is a confidence that we have as a son and daughter. Yes. Praise the Lord. In India, I'm just finishing with one testimony. In India, there was one father and mother who came. Their daughter was in ICU and they said, Pastor, we went everywhere. But every people are saying that we don't have any hope. Can you please pray?
Every pastor has prayed. Every man of God has prayed. I said, yes, I will pray, but I will tell you what is going to happen exactly. And I went to my room. I remember going to my room and saying, Lord Jesus, I take the authority over this spirit. If you have to kill this baby, you will tell me. And I told her mother, the baby will not die unless I tell what is going to happen. And I was crying to my Heavenly Father, Father, you are my Father, you are my Lord. Only an identity relationship as a son and father. And I slept. And I saw a huge angel coming up. I'm not lying, I'm on the altar of God. I saw a huge angel coming in the dream. And he told me, give me, the small baby, give me in my hand. I said, no, I hide that from angel. He came, no, it is, then I said, go and ask God again. He went, he came back again. He said, it is required in heaven that this son should go to God. And I woke up, it was 8 o'clock, I called. Sister, God told me he's going to take your son. He's going to take your son. He said, Pastor, we had hopes. I'm so sorry. It is required in heaven that his son should be in heaven. The son died. Exactly 2 hours after that, son died. What I'm saying is, you can negotiate the lives of people best on your relationship with your Father. Hallelujah. Hallelujah. You are not alone. Say, I am not alone. We are going to thank this Heavenly Father. You know this Heavenly Father, one thing about Heavenly Father, Jesus said, our Father that is in heaven. Wow. Our Father is in heaven. Yes, Lord. He's not on the earth. He is not anywhere. He's in heaven. And whatever happens from heaven, He rules the earth. Your Father is a ruler. He's a king maker. He's a kingdom. He rules over the earth. And today in the Father Day, I want every son and daughter of Jesus, of God, to come back to Heavenly Father. Amen. Let's stand up and lift our hands to Him for a moment. Hallelujah, Lord. Let's stand up and lift our hands for a moment. Hallelujah, Lord. Whatever life you have on this earth is because of the Heavenly Father. And I want Hallelujah. Thank you, Jesus. 1,000 generations falling down in worship to sing the song of ages to the Lamb. Amen. All who gone before us, all who will believe, will sing the song of ages to the Lamb.